എബി, വേക്കപ്പ് എബി. എബി, എബി, വൈഫാണോ? ഒന്ന് വിളിച്ചു നോക്കൂ. എബി, 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 എബി. ഇറ്റ്സ് ഓക്കെ, കുറച്ചൊരു സമയം വേണ്ടി വരും. വൈറ്റൽ സ്റ്റഡി ആവുന്നുണ്ട്. എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കാം. ഓക്കെ. ഞാൻ വന്ദന. എന്നെ കാണാൻ ആരോ വന്നു എന്ന് പറഞ്ഞു. അതെ മാഡം, അവരവിടെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക്സ്. വെൽക്കം. ഞങ്ങൾ മുകുൾ കേശവ് സാറിൻ്റെ ഓഫീസിൽ നിന്ന് വരികയാണ്. ഇന്ന് രാവിലെയാണ് സംഭവം അറിഞ്ഞത്. ആക്ച്വലി എന്താ സംഭവിച്ചത്? ഇന്നലെ എൻ്റെ അടുത്ത് ചെറിയൊരു ആക്സിഡൻ്റ് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ വന്നപ്പോഴേക്കും ഇൻറ്റേർണൽ ബ്ലീഡിങ് ആയിക്കഴിഞ്ഞു. നട്ടലിന് താഴെ എവിടെയോ ഭയങ്കരമായിട്ടുള്ള അടികൊണ്ട് ഞരമ്പ് മുറിഞ്ഞാണ് ബ്ലീഡിങ്. ഇന്നലെ രാത്രി തന്നെ 2 മേജർ സർജറി നടന്നു കഴിഞ്ഞു. പോസ്റ്റ് സർജറി റിസ്കിനെ കുറിച്ച് ഡോക്ടർ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? അറിയില്ല. നടക്കാനും മറ്റും കുറച്ചു കാലത്തേക്ക് പ്രയാസം ഉണ്ടാവും എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇത്രയും ഡീറ്റെയിൽ ആയി ചോദിക്കാൻ കാരണം പിന്നൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി എബിസാറുമായിട്ട് ഞങ്ങൾക്ക് ഡിസ്കസ് ചെയ്യണമായിരുന്നു. കരിങ്കുന്നൻ ടീം എന്ന് പറഞ്ഞ എബിസാർ തന്ന ലിസ്റ്റിലെ പ്രാഞ്ചി, സതീശൻ, ഉല്ലാസ് തുടങ്ങിയ 8 പേർ വേറെ പല ടീമുകളിലായി ജോയിൻ ചെയ്ത് കഴിഞ്ഞു. പ്രാഞ്ചിയും സതീഷനും? അതെ മാഡം, വേറെ ടീം ഒരു ഉയർന്ന എമൗണ്ടിന് ബിഡ് ചെയ്തു പോകണം. അതായത് പഴയ കരിങ്കുന്നത്തിലെ എല്ലാ അംഗങ്ങളും ഗോൾഡൻ സ്ട്രൈക്കേഴ്സ് എന്ന ടീമിലായി. ടു ബി വെരി ഫ്രാങ്ക്, കരിങ്കുന്നത്തിന് ടൂർണമെൻറ്റിൽ സ്ഥാനമില്ല. ഒന്നുകിൽ ഒരാഴ്ചക്കകം ഒരു പുതിയ ടീം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ക്ലബിന് സബ് കോൺട്രാക്ട് കൊടുക്കും. എന്ന് വെച്ചാൽ മാഡം, ഈ പ്രൊജക്റ്റ് കോടികളുടെ കളിയാണ്. അതുകൊണ്ട് കമ്പനിയുടെ തീരുമാനം ഇറ്റ്സ് വെരി സിമ്പിൾ. മാഡം പവർ ഓഫ് അറ്റേണിൽ നിന്ന് ഈ ടീം ഈ സീസണിലേക്ക് വേണ്ടി മാത്രം വിൽക്കണം. അതല്ലെങ്കിൽ പുതിയ ടീം ഉണ്ടാക്കണം. എബിസാർ ഇതെങ്ങാനും പറഞ്ഞാൽ ചാടി പുറപ്പെട്ട് സിൻസെറ്റയുടെ പേരിൽ പുതിയ ടീം ഉണ്ടാക്കാൻ ശ്രമിക്കും. ഈ അവസ്ഥയിൽ ഇറ്റ്സ് നോട്ട് അഡ്വൈസബിൾ. മാത്രമല്ല സാമ്പത്തിക നഷ്ടം ഇറ്റ് വിൽ ബി സോ ഹ്യൂജ്. മാഡം ബോൾഡായൊരു തീരുമാനം എടുക്കണം. കരിങ്കുന്നത്തിൻ്റെ പേരിൽ ഞാൻ ഈ ഗെയിം നടത്താം, ഈ വർഷത്തേക്ക് മാത്രം. എനിക്ക് എന്തായാലും ഈ സീസണിലേക്ക് ഒരു ടീം വേണം. പിന്നെ മ്യൂച്വൽ എഗ്രിമെൻറ്റ് പ്രകാരം മാഡത്തിന് പ്രോഫിറ്റിൻ്റെ മാർജിൻ കൃത്യമായിട്ട് കിട്ടും. എബിസാറുമായി മാഡം ഈ ഡീൽ ഡിസ്കസ് ചെയ്യില്ല എന്നാണ് എൻ്റെ വിശ്വാസം. തീരുമാനം മാഡത്തിൻ്റെതാണ്. ചേച്ചി ഇതൊന്ന് വായിച്ചു നോക്കിയേ. ഇതിലെന്താ എഴുതി പിടിപ്പിച്ചിരിക്കുന്നതെന്ന്. മുഴുവൻ കുരുക്കാണ്. ഈ സീസണിൽ വേറെ ക്ലബിന് കരിങ്കുന്ന സബ് കോൺട്രാക്ട് നൽകണം. ഇല്ലെങ്കിൽ എബിസാർ സൈൻ ചെയ്ത എഗ്രിമെൻ്റ് പ്രകാരം 25 ലക്ഷം നമ്മൾ കമ്പനിക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരും. ഫെലിക്സിനോട് വരാൻ പറഞ്ഞോളൂ. ഞാൻ കോൺട്രാക്ട് സൈൻ ചെയ്യാം. ഹലോ. ഓക്കെ, എബി കോൺഷ്യസ് ആയിന്ന്. ആണോ? റൂമിലേക്ക് മാറ്റാൻ പോവാ. എന്താ ബാഗ് ഞാൻ എടുക്കാം. ഡോക്ടർ വന്ദന, വൈഫ്. ഹായ്. ലക്കിലി എബിയുടെ റിക്കവറി സ്പീഡി ആയിരുന്നു. ബട്ട് ആസ് ഓഫ് നൗ ഹിസ് ലെഗ്സ് ആർ പാരലൈസ്ഡ്. ഇറ്റ്സ് എ സിവിയർ കേസ് ഓഫ് സ്പൈനൽ കോഡ് ഹീമറ്റോമ. നടക്കാൻ ചിലപ്പോൾ ദിവസങ്ങൾ, ചിലപ്പോൾ മാസങ്ങൾ വേണ്ടി വന്നേക്കും. ഏതായാലും ആരെങ്കിലും അയച്ച മെഡിക്കൽ റിപ്പോർട്ട്സും മെഡിസിൻ്റെ പേപ്പേഴ്സും കൊടുത്തു വിടാം. ഓക്കെ, വരൂ. ഞാൻ പോയിട്ട് വരാം. ബോധം വന്നപ്പോൾ ഈ സിനിമ കാണുന്ന പോലെ നിന്നെ ആയിരിക്കും ഞാൻ ആദ്യം കാണുമെന്ന് വിചാരിച്ചു. ഒരു തടിച്ച് നേഴ്സായിരുന്നു.
ഞാനൊന്ന് വീട്ടിൽ പോയതാ. ഞാൻ ചുമ്മാ പറഞ്ഞാടി, നല്ല മീൻകറിയും ചോറും കിട്ടും. നീ ഉണ്ടാക്കുന്ന കിളിമീൻകറി കുമരകൻ സ്റ്റൈൽ കിട്ടും. ഏയ്, ഈ ആക്സിഡന്റ് ഹോസ്പിറ്റലൊക്കെ മനുഷ്യന്റെ ജീവിതത്തിൽ സഹജമാണ്. ചിലർ മരിക്കും, ചിലർ കോമയിലും, ചിലരുടെ കാലൊടിയും. ഇതൊക്കെ സാധാരണയല്ലേ. നീ അപ്പുറത്ത് ചിൽഡ്രൻസ് വാർഡിലൊന്ന് പോയി നിലവിളിച്ചോണ്ട് കുഞ്ഞു പിള്ളേർ കിടക്കുന്നതാണ്. നമ്മളിത് ரொம்ப ഓവറടി. അതല്ലേ ബി, VPL ഷോ മാച്ച് അടുത്ത ആഴ്ച തുടങ്ങുക. നമ്മുടെ പ്രാഞ്ചിയും സതീഷിനും ഉല്ലാസും ഒക്കെ മറ്റു ടീമുകളിൽ പോയി ചേർന്നു. ഈ വർഷം ഇനി കരിങ്കുന്നത്തിന് കളിക്കാൻ കഴിയില്ല. അവന്മാരെ വേണമെങ്കിൽ പോട്ടെ, അവന്മാരെ പോലെ ആയിരണത്തിന് നമ്മൾ കൊണ്ടുവരും. എബി, ഈ വർഷം വേണ്ട എബി. എബിയെ തളർത്താൻ വേണ്ടി പറയുന്നതല്ല. എന്നും എത്ര നഷ്ടം വന്നാലും ഞാൻ എബിയെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇപ്രാവശ്യം വേണ്ട. ഞാൻ പവർ ഓഫ് അറ്റോർണി ആയിട്ട് ഫെലിക്സിന് കരിങ്കുന്നം കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഈ വർഷം മാത്രം എബി വാശിപ്പുറത്തി ലയബിലിറ്റി എടുക്കണ്ട. കരിങ്കുന്ന കൊടുക്ക്. സ്പീഡി റിക്കവറി. എന്തിന്? ഞാനങ്ങ് ചത്തുപോയാൽ മതിയായിരുന്നില്ലേ? എബി പ്ലീസ്. നീ കരിങ്കുന്നം വിൽക്കാൻ സമ്മതിച്ചോ? പെർഫെക്റ്റ്, പെർഫെക്റ്റ്. വിധി എന്ത് ചെയ്യാൻ നോക്കും? But we are not ordinary people, Vandana. We are sportsmen. വിട്ടുകൊടുക്കത്തില്ല, നമ്മൾ തിരിച്ചു പോകത്തില്ല. നിന്റെ രക്തത്തിലുള്ള ആ സ്പിരിറ്റ് അത് മറന്നു കളയാൻ നീ വെറുതെ ശ്രമിക്കണ്ട. കരിങ്കുന്ന് നമ്മൾ കൊടുക്കത്തില്ല. എന്റെ വാശി, നീ പറഞ്ഞ പോലെ എന്റെ വാശി. എനിക്കുണ്ട് വാശി. ആ ഡോക്ടർ പറഞ്ഞിട്ട് പോയത് ശരിയാണ്. ബൈക്കിൽ നിന്ന് വീണതൊന്നുമല്ല ഞാൻ. വീണത് എന്റെ പിള്ളേരുടെ മുന്നിലാണ്. ഞങ്ങള് നമ്മളെ കഞ്ഞുടിച്ചു പോണേ ഇഷ്ടമല്ലല്ലോ. നമ്മളെ അമ്മാവനെ ഇഷ്ടമല്ല. അനുഭവിക്കട്ടെ. ഐ എം സോറി വന്ദന, എനിക്ക് വന്ദനെ സഹായിക്കണമെന്നുണ്ട്. പക്ഷേ നമ്മുടെ ക്ലബിലുള്ള എല്ലാവരും നാഷണൽ ഗെയിം പ്രിപ്പറേഷൻ ക്യാമ്പിലാണ്. അതുകൊണ്ട് വന്ദന, ഇതിനുവേണ്ടി ആരെ അനുവദിക്കാൻ തൽക്കാലം എനിക്കിപ്പോൾ കഴിയില്ല. യു ആർ വെൽക്കം. ചേച്ചി ടെൻഷൻ അടിക്കില്ല ചേച്ചി. ചായ കുടിക്കാം, നമുക്ക് ആളെ ഒപ്പിക്കാം. അച്ഛൻ ഞാൻ പോവാ. ഓ ചെല്ലൂടി, വേഗം ചെല്ലൂടി, ഇല്ലെങ്കിലേ കളക്ടർ ഉദ്യോഗത്തിന് വേറെ ആളായി പോവും. അച്ഛൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാ, 4 മുതൽ 6 വരെ എനിക്ക് പ്രാക്ടീസ് ഉള്ളതാ. ഓ തന്നെടേ. എടാ, ഈ പൈലറ്റെല്ലാം കൂടെ നിരന്ന് തോണ്ടണ ഈ കളിയുണ്ടല്ലോ. അയ്യോ തോണ്ടല്ല, ഇറ്റ്സ് വോളിബോൾ. എടാ ചെറുക്ക, ഈ സമയത്ത് വല്ല ക്രിക്കറ്റും കളിച്ചാലുണ്ടല്ലോ, വല്ല ബാങ്കിലെങ്കിലും പണി കിട്ടൂടാ. ഇതറിയായിരുന്നെങ്കിൽ നേരത്തെ ക്രിക്കറ്റ് കളിച്ചാൽ പോരായിരുന്നു. ഇങ്ങനെ ചായ അടിക്കുന്നതിന് പകരം വല്ല ബാങ്കിലും മാനേജർ ആയിരുന്നു കേട്ടോ.
ഈ കളിയുടെ ത്രില്ല് അറിയണമെങ്കിൽ അച്ഛാ ഒരിക്കലെങ്കിലും കളിച്ചു നോക്കണം. ചായ അടിക്കണ ഒരു സച്ചിൻ ടെണ്ടുൽക്കർ ചുമ്മാ വഴിതെറ്റിക്കാനായിട്ട്. അളിയാ വണ്ടി എടുത്തു. ബാസി, വാ. ആ കാശ് കൊടുത്തിട്ട് എന്നാ ഇത് വെച്ചോ. വോളിബോൾ എന്ന മോസ്റ്റ് എക്സൈറ്റിംഗ് ആയ ഈ ഗെയിമിനെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുക എന്നത് മാത്രമല്ല ഈ VPLന്റെ ഉദ്ദേശ ലക്ഷ്യം. നമ്മുടെ നാട്ടിൻപുറങ്ങളിലും മൈതാനങ്ങളിലും ആസ്വദിച്ച് ഈ ഗെയിം കളിക്കുന്നവർക്ക് പുതിയ അവസരങ്ങളുടെ ഒരു ലോകം ഒരുക്കുക. ഇതാണ് വാസ്തവത്തിൽ VPLന്റെ ലക്ഷ്യം. ഒപ്പം ജിമ്മി ജോർജ് എന്ന പ്രതിഭാശാലിയായ ലെജൻഡറി ആയിട്ടുള്ള വോളിബോൾ പ്ലെയറെ ഓർക്കാനും അദ്ദേഹത്തെ ആദരിക്കാനുമുള്ള ഒരു അവസരമായി കൂടി ഇത് മാറുന്നു. ക്രിക്കറ്റിനോടുള്ള നമ്മളുടെ കാഴ്ചപ്പാട് 1983 വേൾഡ് കപ്പ് മാഡം, ടീം ലൈനപ്പായി IG ആണ് ചീഫ് ഗസ്റ്റ്. അവർ വന്നാലുടൻ കളി തുടങ്ങേണ്ടി വരും. വോളിബോൾ എന്നുള്ള ഗെയിമിനോടുള്ള പൊതുജനങ്ങളുടെ ആഭിമുഖ്യത്തിൽ തന്നെ ബാസി, എന്താരും എത്താത്ത? എൻ്റെ ചേച്ചി എല്ലാവരുടെയും മൊബൈൽ ഔട്ട് ഓഫ് റേഞ്ചാണ്. അവരുടെയൊക്കെ വീട്ടിൽ പോയി നോക്കാൻ ആരെങ്കിലും വിട്ടാലോ? എന്നാത്തിനാ നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്കും ഗെയിം ടൈം കഴിയും. പിന്നെ പോയിട്ട് എന്താ കാര്യം? ഇനി ഇവിടുത്തെ ഗേറ്റ് വല്ലതും കൂടിയും കിടപ്പണമെന്ന് ഞാൻ നോക്കിയിട്ട് വരാം. As we say, well begun is half done. മാഡം, 5 മിനിറ്റ് സമയം തരാം. അതിനപ്പുറം ടൈമില്ല. ടീം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറെ ടീം ഈ ഷോ മാച്ച് കളിക്കും. അവരിപ്പോ വരും സർ. എന്താ മാഡം ഇത്? 2 ടീമുകളാണ് ഇന്നത്തെ ഷോ മാച്ചിൽ മാറ്റുരയ്ക്കുന്നത്. ഇറ്റ്സ് കരിങ്കുന്നം സിക്സേഴ്സ് വേഴ്സസ് സദേൺ വാരിയേഴ്സ്. എൻജോയ് ദ ഗെയിംസ്. നമ്മുടെ ചീഫ് ഗസ്റ്റ് IGF Prisons ഹരിത കൃഷ്ണൻ എത്തിയിരിക്കുകയാണ്. ഷീസ് ഹിയർ വിത്ത് us now. Let's welcome her onto the dais. താങ്ക് യു. So now I invite Haritha Krishnan to speak a few words to launch this event. നമസ്കാരം. വോളിബോൾ എന്ന ഗെയിമുമായി എനിക്ക് വലിയ ബന്ധമൊന്നുമില്ല. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ ഡിപ്പാർട്ട്മെൻറ്റായ പ്രിസൻസിൽ ഞങ്ങൾക്കൊരു കൊച്ചു വോളിബോൾ ടീമുണ്ട്. വലിയ പ്ലെയേഴ്സ് ഒന്നുമല്ല, ഒരു ടൂർണമെൻറ്റിൽ കളിക്കാൻ വേണ്ടിയുമല്ല. പക്ഷെ അവർ കാണിക്കുന്ന ആത്മാർത്ഥതയും സ്പോർട്സ്മാൻഷിപ്പും ഫൈറ്റിംഗ് സ്പിരിറ്റും എല്ലാം നമുക്കെല്ലാവർക്കും വലിയൊരു പ്രചോദനമാണ്. മാത്രമല്ല, സ്പോർട്സിനെ നമ്മൾ എങ്ങനെ പ്രോത്സാഹിപ്പിച്ചാലും ആ സ്പോർട്സ്മാൻഷിപ്പ് ഓരോ സ്പോർട്സ്മാന്റെ ഉള്ളിലില്ലെങ്കിൽ വിഷ്ണു, നിങ്ങൾ എവിടെയായിരുന്നു ഇതുവരെ? ടൈമായി. ടീം ലൈനപ്പിൽ ചെറിയൊരു മാറ്റമുണ്ട്. കരിങ്കുന്നം സിക്സസിന്റെ പ്ലെയേഴ്സ് എത്താത്തതുകൊണ്ട് പകരം ഈ മാച്ചിൽ മലബാർ ബ്ലാസ്റ്റേഴ്സ് സദേൺ വാരിയേഴ്സിനെ നേരിടും.
മാഡം മാഡത്തിന് എന്നെ മനസ്സിലായോ? പിന്നെ ഒരിക്കലും മറക്കാൻ കഴിയാത്ത സിറ്റുവേഷനിലാണല്ലോ തന്നെ കണ്ടത്. സോ ഐ വോണ്ട് ഫർഗെറ്റ് യുവർ ഫേസ്. വന്ദന, ഐ റിയലി ഫെൽറ്റ് സോറി ഫോർ യു യെസ്റ്റർഡേ. ഇതിലെന്തോ ഉൾക്കളി നടന്നതായി എനിക്ക് ഊഹിക്കാം. അതെങ്ങനെ? ഈ വേഷത്തിനകത്തല്ലേ ജീവിതം. സോ ഹൗ കൻ ഐ ഹെൽപ്പ് യു? മാഡത്തിന് എൻ്റെ അവസ്ഥ മനസ്സിലായ സ്ഥിതിക്ക് ഞാൻ നേരെ കാര്യം പറയാം. ഇന്നലത്തെ സ്പീച്ചിൻ്റെ ഇടയിൽ എവിടെയോ മാഡം പറഞ്ഞൊരു കാര്യം. എന്താണ്? ജയിലിൻ്റെ അകത്തുള്ള വോളിബോൾ ടീം. ആ ടീമിനെ എനിക്ക് തരൂ. എന്നുവെച്ചാൽ അടുത്ത മാസം ലീഗ് മാച്ച് തുടങ്ങാം. ഞാനിനി ഏത് ടീമിനെ തപ്പിയെടുത്താലും അവരത് റാഞ്ചിക്കൊണ്ടു പോകും. അതാണ് അവരുടെ അജണ്ട. ആരും റാഞ്ചാത്ത ഒരു ടീം എനിക്ക് വേണം. എനിക്ക് അനുവദിക്കാം. DGP ഇങ്ങനെയുള്ള ജയിൽ വെൽഫെയർ ആക്ടിവിറ്റീസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും. പക്ഷേ ആർ യു ഷുവർ? ജയിലിനകത്ത് ഇറ്റ്സ് എ ഡിഫറെന്റ് വേൾഡ്. അവരുടെ ആറ്റിറ്റ്യൂഡ്, കൾച്ചർ എല്ലാം ഇറ്റ്സ് ഹൈലി റിസ്കി. എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല മാം. ഇവിടെ ഞാൻ തോറ്റ. പ്ലീസ്. ഐ ഗെറ്റ് ഇറ്റ്. വെൽഫെയർ ഓഫീസർ ഇങ്ങോട്ട് വിടും. എന്താ ഡഗ്ലസ്, നമ്മളെ കളിപ്പിക്കില്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ ബ്ലോക്കിൽ കളിച്ചാ പോരെ? ഞങ്ങൾ ഈ ചെറിയ കോർട്ടിലൊക്കെ കളിച്ചോളാവേ. അവിടെ ആവുമ്പോ ഒരു ത്രില്ലില്ല, ഇവിടെ ആവുമ്പോ എല്ലാരും ഉണ്ടല്ലേ. ഓ അത് ശരി. താങ്കോ. വാസുദേവ്, മോഹസിൻ, ബ്രൂണോ. ലാലുവേ, ആരൊക്കെടാ ക്യാപ്റ്റന്മാര്? ആ മൂലയിലെ ക്യാപ്റ്റൻ നീ, ഈ മൂലയിലെ ക്യാപ്റ്റൻ ഞാൻ. കളിയടാ. തുടങ്ങാം. ശശാങ്ക, നീ അലമ്പാക്കരുത്, മര്യാദക്ക് കളിക്കണം. ശശാങ്ക, കളിക്കുമ്പോ ആളും താരും നോക്കി കളിക്കോ. കൈക്കോടെ പണിയുണ്ടാക്കല്ലേ. പിന്നെന്തിന് ലാലുണ്ടെ മാങ്ങ പറിക്കാൻ പോയിരിക്കണ? പോടാ ശശാങ്ക, ഗെയിം അലമ്പാക്കരുത്. നീ പോ. എന്തോ പോകാൻ. ലാലു അടിക്കടാ. Hey, let's get them. Yeah, come on, let's get him. നീ ആരെയും അടിച്ചതറിയാം? സിംഹക്കുട്ടിയാ. അടിയടാ, നീ അടി. നീ ഹോയം കാണിച്ചാ മതി. വേറെ കൈ വെച്ചിടാ മോനെ. നീ ആര്? പുലിക്കുട്ടിയാ? പുലിക്കുട്ടി ഇങ്ങ് വാ. വാടാ, വാടാ. ഇവിടെ കൈ ഒഴിവുണ്ട്. അമ്മ. അയ്യോ, അറിഞ്ഞാ? അപ്പൊ അറിഞ്ഞില്ലേ? എന്താ പറ? അറിഞ്ഞില്ലേ? പറയടാ. പറയാം. പിന്നെ ശശാങ്കേണ്ട,
നമ്മളെല്ലാവരെയും വോളിബോൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനേ നാളെ ഒരു വനിതാ കോച്ച് വരുന്നു. ആണടാ സത്യം അന്നോടാ സത്യം. തലേല് വെള്ളം താന്നിന് ജലദോഷവും വരുമല്ല. ചെന്നൊരു ആവി പിടിക്കാം. വന്നേ, മനസ്സിലായ? അതുപോലെ തന്നെ അനീസിയ മതിൽക്കെട്ടുകൾക്കുള്ളിലെ ആശ്വാസത്തിന്റെ ചെവന്തിപ്പൂക്കൾ വാരി ഇത് വന്ദന മാഡം, നമ്മുടെ IG മാഡത്തിന്റെ നിർദ്ദേശപ്രകാരം ജയിലിൽ വന്ന പുതിയ വോളിബോൾ കോച്ച്. ഇനി ശാസ്ത്രീയമായി എങ്ങനെ വോളിബോൾ കളിക്കാമെന്ന് വന്ദന മാഡം നിങ്ങളെ പഠിപ്പിച്ചു തരും. ഓക്കെ? അയ്യോ തുടങ്ങല്ലേ ഞാനോട് എന്തോന്നേ? ഹലോ, ടീമിൽ പേര് കൊടുക്കുമ്പോ താമസിച്ചു. നിനക്ക് താല്പര്യമില്ലെന്നല്ലേ നേരത്തെ പറഞ്ഞത്? ആര് പറഞ്ഞു? ഇനി അവ അങ്ങനെ പറഞ്ഞാൽ തന്നെ സാർ നിർബന്ധിക്കും. പിന്നെ നിർബന്ധിക്കുകയല്ല, നിന്നെ ലേലത്തിൽ വിളിക്കാം. നീ മഹേന്ദ്ര സിംഗ് ധോനിയല്ലേ? അതാര്? നിന്റെ വെപ്രാളത്തിന്റെ കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. കാര്യമൊക്കെ മനസ്സിലായല്ലോ, അത് മതി. മാഡം ഞാൻ അങ്ങോട്ട് അങ്കിൾ ഗ്രൗണ്ടിൽ കാണാം. സ്റ്റാർട്ടിംഗ് ദ ഗെയിം. വാക്കിന് വിലയില്ലാത്തവൻ വലിയ വീരവാദം അടിച്ചിട്ട് വായും പൊളിച്ച് നിൽക്കുന്നുണ്ടില്ലേ? അലമ്പാകട പന്നി, കിളിനാടൻ കേക്കട്ടെ. ഞാൻ വന്ദന. ശശാങ്കേ, ബ്രൂണോ പൂച്ച ജബ്ബാർ. നിർത്തണേ, നീയൊക്കെ എന്താ പേര് പറഞ്ഞു കളിക്കുന്ന ശല്യങ്ങള്? ഞാൻ അമ്പൂട്ടി. നമസ്കാരം. IG-യുടെ അനുമതി പ്രകാരം എനിക്കിതിൽ നിന്ന് 8 കളിക്കാരെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. താല്പര്യമുള്ളവരുടെ പേര് പറഞ്ഞ ലിസ്റ്റ് എഴുതായിരുന്നു. ലിസ്റ്റ് ഒന്നും വേണ്ട, ഇവിടെ സ്റ്റാർ കളിക്കാറുണ്ട്. അവരുടെ പേരൊക്കെ എഴുതി എടുത്തോണ്ടാ മതി. ചൊക്കനോ? ആ പേരൊക്കെ ഒന്ന് എഴുതിയെടു. ഞാൻ ശശാങ്കൻ, ക്യാപ്റ്റൻ. ബ്രൂണോ, ബിനു, വാസുദേവൻ, പപ്പൻ, സിമൻ, ഇത്ര പേരെ പേര് മതി. എഴുതിക്കോ. എന്റെ പേര് വിട്ടുപോയി. ലാലു. വേണ്ടടാ, നിനക്ക് ഇതിന്റെ അണ്ടറാൻ പോരാ, അതാ. ഞാൻ വേണ്ടെങ്കിൽ വേണ്ട, പക്ഷെ ആ ഇരിക്കുന്ന അമ്പൂട്ടി എണ്ണ ഇല്ലാതെ ഇവിടെ ഒരു ടീം ഉണ്ടാക്കാൻ ഞാൻ സമ്മതിക്കും. അരി നിനക്കെന്താടാ പ്രാന്ത? എഴിച്ചൊന്നും വലിയ പോലും വിടാൻ പറ്റാത്ത അമ്മിണിക്കുട്ടനാ. അമ്മിണിക്കുട്ടൻ നിന്റെ തന്ത. തന്തയ്ക്ക് വിളിക്കണോടാ. നിന്നോടൊക്കെയല്ലേ പറഞ്ഞത് പരിഹാരം ഉണ്ടാക്കാന്ന്? എന്നെ അറിയാലേ? അറിയാം, അതുകൊണ്ടാണ് പറയണത്. എന്നെ അറിയാലോ? നിങ്ങൾ 2 ടീമായിട്ട് കളിക്കും. മാഡം അതിനകത്ത് ലിസ്റ്റ് ഇടും, അത്ര തന്നെ. അലമുണ്ടാക്കുന്നവരാരും TV കാണത്തില്ല കേട്ടാ. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, നിങ്ങൾ പോയി കളിക്ക്. എന്റെ ശശാങ്ക അതല്ലേ പറഞ്ഞത്, പോയി കളിക്ക്. സാറന്മാരിവിടെ ഉണ്ടായിരുന്ന ബെസ്റ്റ് ടീം. നല്ല തടിയുണ്ടെന്നും പറഞ്ഞ് ഇതിന് ഇടപെടരുത് കേട്ടാ. യവന്മാരുന്ന് ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. അധികം മര്യാദ പഠിപ്പിക്കാന്നാലേ വോളിബോൾ പോലെ എയറിലിട്ട് തട്ടും. യുദ്ധം ആരംഭിക്കുക. ഘോരയുദ്ധം. ശശാങ്കനും അമ്പൂട്ടിയും തമ്മിലുള്ള യുദ്ധം. ബോളുകൾ തമ്മിലുള്ള യുദ്ധം. ഘോരയുദ്ധം. ഡഗ്ലസേ, നീ ഒന്നും കളിക്കുന്നില്ലേ? ഇല്ല സാറേ, ആവശ്യക്കാർ കുറെ പേരുണ്ടല്ലോ, അവര് കളിക്കട്ടെ സാറേ. ഈ ഗെയിം എന്നൊക്കെ പറയുന്ന ഒരു ആവേശമാണ്, അതില്ലെങ്കിൽ പിന്നെ എന്തിനാ സാറേ കളിക്കാൻ പോകുന്നു? ആ സർവ് ചെയ്തവന്റെ പേര് നോക്കി കളിയടേ.
മാഡം 15 തൊട്ട് അല്ലേ പറഞ്ഞു. അടി ബോളിംഗ് കൊടുത്താ. അയ്യോ 12-30 ശശാങ്കൈ. കൊള്ളാം നല്ല ബ്ലോക്കായിരുന്നു. സൂപ്പർ. മതി വാ. ടീമിന്റെ ലിസ്റ്റ് റെഡി ആയിട്ടുണ്ട്. മാഡം തന്ന ലിസ്റ്റ് വായിക്കാൻ പോവാണ്. നമുക്ക് പോവാം. ആദ്യത്തെ നമ്പർ 456 ഡഗ്ലസ്. 405 മോസിൻ. 1520 1520 ടാങ്കോ. ഇല്ല അടുത്തത് 1108 ലാലു. 2254 വാസുദേവൻ. 250 ബ്രൂണോ. 2366 സിമ്മൻ. 55 ഒപ്പൻ. ഇതാണ് ടീം. സാറെ പോക്കറ്റിലും കാണിക്കലെന്ന് വേണം. നമ്മളിപ്പോ ഗുരു പറക്കാനല്ല 1 മണിക്കൂർ ചത്തെടുത്ത് കളിച്ചത്. പിന്നെ ഏത് വകുപ്പിലും വരെ പേര് വന്നു. അത് കളിക്കാത്തവന്മാരുടെ പറയണം. ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ല കളിക്കാൻ. നിങ്ങളുടെ തീരുമാനം. എനിക്ക് ആവശ്യമുള്ള ടീം ഇതാണ്. നാളെ മുതൽ ഇവർ മാത്രം പ്രാക്ടീസിന് വന്നാൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉദ്യോഗസ്ഥരെ അറിയിക്കുക. അപ്പൊ എല്ലാവരും നാളെ രാവിലെ 9 മണിക്ക് ഗ്രൗണ്ടിൽ ഉണ്ടാവണം. അല്ല മാഡം, നിക്ക് ഞാൻ പറയാം. കുഴപ്പാണല്ലോ. എന്താടാ ഒരുത്തി ചമഞ്ഞൊരുങ്ങി വന്ന് നിന്നപ്പോ നിനക്കൊക്കെ ഒരു ഇളക്കം? ഡേ, നിനക്ക് ഇവിടെ തന്നെ വന്ന് ടീം ഉണ്ടാക്കിയാലേ പറ്റുള്ളല്ലേ? കോച്ചിങ് ഉണ്ടാക്കാൻ വന്നിട്ട് അവസാനം ഇവിടുന്ന് കൊച്ചുമായിട്ട് പോകേണ്ടി വരരുത്. പോടാ മതി ഉണ്ടാക്കിയത്. ഓ, സാറന്മാരോട് ഇനി പ്രത്യേകിച്ച് പറയണമായിരിക്കും. മാഡം, അവനൊരു പ്രത്യേക ടൈപ്പാണ്. സോറി. കേട്ടോ സാറേ, അവരുടെ ഡിസിപ്ലിൻ ഉണ്ടല്ലോ, കണ്ടാ സാറ് ഞെട്ടും. പട്ടാള ചിട്ടയാണ്, പട്ടാള ചിട്ട. മേജർ രവിയുടെ പടത്തിൽ പോലും ഇത്രയും ഒരു ഡിസിപ്ലിൻ കാണൂല. ചേച്ചി ഇങ്ങടെ എന്ന് വിളിച്ചാല് ഈ താറാവുണ്ടല്ലോ, വെളുത്ത പക്ഷി, ഹോ, അത് കുണുങ്ങി വരണ മാതിരി എല്ലാം കൂടി വന്നൊരു നേപ്പുണ്ട് ശരിക്കും. അത് പറഞ്ഞപ്പോഴാ ഇന്നത്തെ ദിവസമായിരുന്നു രസം. ചേച്ചി വന്ന് അങ്ങോട്ട് ടീം പ്രഖ്യാപിച്ചതും അമ്പൂട്ടി എന്ന് പറയുന്ന ഒരു ജെന്റിൽമാൻ ഉണ്ട് അവിടെ. ഓ, ഭയങ്കര എഡ്യൂക്കേറ്റഡാ. ഓ, ഞാൻ ഈ പാത്രം ഒന്ന് വെച്ചിട്ട് വരാവേ. ആയിക്കോട്ടെ. ഞാൻ ഒന്നുകൂടെ നാച്ചുറൽ ആക്കാൻ ശ്രമിക്കാം. വേണ്ട വന്ദന. അല്ല, നീ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല, കള്ളം പറയുമ്പോഴും കള്ളത്തിന് കൂട്ട് നിൽക്കുമ്പോഴും നിനക്കില്ലാത്തൊരു നുണക്കുഴി വരും. കുറച്ച് സാമ്പാറും എടുത്ത്. ഇനി അടുത്ത തവണ കള്ളം പറയുമ്പോൾ അന്ന് ശ്രദ്ധിച്ചാൽ മതിട്ടാ. ഐ എം സ്റ്റിൽ പ്രൗഡ് ഓഫ് യു. സോ പ്രൗഡ് ഓഫ് യു. താങ്ക് യു.